പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല പകൽ ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കടന്നു വന്ന നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ എല്ലാ കരുതലിനുമായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സംഭവബഹുലമായ ലോകത്തിൽ കർത്താവ് നമ്മളെ തൻ്റെ ഉള്ളംകരങ്ങൾ വഹിച്ചല്ലോ. ഈ പകലിലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ അവസരം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ സ്തോത്രം, ഇവിടെ നിൽക്കുന്നത് വളരെ ഭയത്തോടെയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ നിന്ന് മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. യാതൊരു ഭയവും യാതൊരു കൂസലും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്നത് വളരെ ഭയത്തോടെയാണ്. കാരണം ഇതിനൊന്നും യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന് നമ്മളെ പ്രാണപ്രിയൻ തൻ്റെ രക്തം നൽകി കഴുകി ശുദ്ധീകരിച്ച അവനിഷ്ടമുള്ള പാത്രമാക്കി തീർത്ത് നമ്മളെ നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ വളരെ അനുഗ്രഹീതമായ ഒരു ആരാധന ഭവനത്തിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. നിങ്ങളെല്ലാവരും ഓടുന്ന് പോരുന്നു കഴിഞ്ഞപ്പം ഒരു വിഷമം, കാരണം വീടൊക്കെ അങ്ങ് എംപ്റ്റി ആയി പോയതുപോലൊരു തോന്നൽ. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വരുമ്പോൾ നമുക്കവിടെ പാർക്കുവാനുള്ള കാര്യങ്ങൾ കൂടെ ക്രമീകരിച്ച് നമുക്കൊരു ഹോൾ നൈറ്റൊക്കെ വെച്ച് പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പോഴാകുമ്പോൾ നമുക്ക് ഇച്ചിരി സ്നാക്സൊക്കെ പ്രിയ ദീപ ഒരുക്കും. ഞാനിത് അഡ്വാൻസ് പറയുന്നേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അങ്ങനത്തെ അവസരങ്ങൾ ദൈവമക്കളിൽ നമ്മൾ ഒരുമിച്ചുള്ള സമയങ്ങൾ ഏറ്റവും സന്തോഷമാണ്. സ്തോത്രം. ഒരുക്കമുള്ള ആത്മാക്കളോട് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പരസ്പര സ്നേഹത്തോടും ഐക്യതയോടും കൂടെയാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ അവിടെ പറയപ്പെടുന്ന ഓരോ വാക്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മളൊരു വ്യക്തിയെ കരം കൊടുത്തുനിന്ന് ഗ്രീറ്റ് ചെയ്യുകയായിരിക്കും, പക്ഷേ അവിടെ വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ആത്മാവിൻ്റെ ഒരുക്കത്തോടു കൂടി വേണം നമുക്ക് കടന്നു വരുവാൻ. വരാതിരുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതൊരു ഹാബിറ്റ് ആക്കണ്ട. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. വളരെ തിടുക്കത്തോടെ നമ്മുടെ മുൻപിലുള്ള സമയത്തിൻ്റെ പരിമിതിയിൽ തന്നെ നിന്നുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത, പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ, വളരെ വേഗത്തിൽ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ കുറിവാക്യം നൽകി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ഞാൻ കർത്താവിനോട് പറഞ്ഞപ്പോൾ ഈ വചനത്തിൽ നിന്നൊക്കെ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പക്ഷേ പുതുമയായിട്ട് എന്തെങ്കിലും പറയുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ പ്രൈസ് ദി ലോർഡ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആർക്കുമല്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ ഈ വചനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടോ, അനേക സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞ, വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ ചില വാക്കുകൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ചില വചനങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവം അത്ഭുതമാക്കി ചെയ്തത് അനുഭവിപ്പാൻ ഇടയായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നാം ദൈവവചനത്തിന് മുൻപിലാണ് ഇരിക്കുന്നത്. ഈ വചനം ജീവനും ചൈതന്യവും നൽകുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതുകൊണ്ട് യാതൊരു മറ്റ് ചിന്തകളോടും കൂടെ ഇല്ലാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വളരെ വേഗത്തിൽ ഓടി വരാം. ഇപ്രകാരം എന്നെ പ്രാപ്തനാക്കി ഇവിടെ നിർത്തി എൻ്റെ അരുമനാഥന് ഞാൻ സർവ്വമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെയുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം ഉത്തേജിപ്പിക്കുകയും അതിനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവിക ശുശ്രൂഷയിൽ മേൽക്കുമേൽ തൻ്റെ ദാസനെ തൻ്റെ കരങ്ങളിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ആധാരമായി വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയേഴ്സ് ചാപ്റ്റർ 1 വേഴ്സ് 4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 3 വാക്ക്. 1 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി
ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഒരു സാധാരണ വിശ്വാസമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുന്നത് ഹല്ലേലൂയ വിത്ത് കോൺഫിഡൻസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നു പെർസ്വേഡഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യകാരണ സഹിതങ്ങളോടുകൂടെ, വ്യക്തമായ എക്സ്പീരിയൻസോടുകൂടെ ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കുന്ന ദൈവമാ. എൻ്റെ അപ്പൻ ഒന്നും ആരംഭിച്ചിട്ട് വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. 50% നൽകിയിട്ട്, 30% നൽകിയിട്ട്, 90% നൽകിയിട്ട് നിങ്ങളെ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ സഭയാ കുടുംബം ഒത്തുചേർന്ന് പറ, എന്നിൽ പ്രൈസ് ദി ലോർഡ് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, എന്റെ തലമുറയിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, എന്റെ കുടുംബ ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തുടർന്നുകൊണ്ടിരിക്കുക. ആ വാക്യം ഇങ്ങനെ പറയും, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഒന്ന് പറഞ്ഞേ, അതിനെ തികയ്ക്കും. ഹി വിൽ ഫിനിഷ്. അതിനിടയിൽ ശത്രു കയറി അതിനെ ഫിനിഷ് ചെയ്യുവാൻ, ശത്രു കയറി അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ശത്രു കയറി അതിന്റെ നന്മയെ ചോർത്തിക്കളയുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകലിൽ സഭയാ കുടുംബത്തോട് ഒരു ദൂത് വിളിച്ചു പറയുക. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഓളങ്ങളുണ്ടോ, തിരമാലകളുണ്ടോ, പ്രതികൂല കാറ്റുകളുണ്ടോ, ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. തീർന്നു പോയി എന്ന് സ്തോത്രം ചുറ്റുമുള്ളവർ വിധി എഴുതിയിടത്തു നിന്ന് അവസാനിച്ചുവെന്ന് ചുറ്റുമുള്ളവർ വിധി എഴുതിയിടത്ത് നിന്റെ മുഖത്ത് വാടകോരിട്ട് നീ ഇനി ഒരിക്കലും ഉയരത്തില്ലെന്ന്, നിന്റെ തലമുറകൾ ഉയരത്തില്ലെന്ന്, പ്രൈസ് ദി ലോർഡ്, നിന്റെ മുഖത്ത് നോക്കി വിധി എഴുതിയുള്ള മധ്യത്തിൽ നിന്നെ ഇത്രത്തോളം നിർത്തിയത് എൻ്റെ കർത്താവാണെങ്കിൽ അത് വെറുതെ അല്ല. നിന്റെ മേൽ ദൈവം ആരംഭിച്ച ഒരു പ്രവൃത്തിയുണ്ട്, അത് പൂർത്തീകരിക്കാതെ നിന്റെ കണ്ണ് അടയത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അവിടെ നമ്മുടെ പേരെഴുതണം, അവിടെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരെഴുതണം, ഇന്ന് നമ്മുടെ തലമുറകളുടെ പേരവിടെ എഴുതണം, നമ്മുടെ ശുശ്രൂഷയുടെ പേരെഴുതണം, നമ്മുടെ സഭയാ കുടുംബത്തിന്റെ പേരെഴുതണം, നമ്മുടെ ദേശത്തിന്റെ പേരെഴുതണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ അപ്പൻ ആരംഭിച്ച ഇതിനെ എൻ്റെ അപ്പൻ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കും നിശ്ചയമായി. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോടിപ്പോയി. ഞാൻ വളരെ വേഗത്തിലിരിക്കാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മതി, നമുക്ക് അവിടെ നിർത്താം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വേദഭാഗം വളരെ സുപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, 4:35, മാർക്ക്, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 35 ഓൺവേർഡ്സ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. ഹി ബിഗാൻ ദ ജേർണി. അവൻ ആരംഭിച്ചൊരു പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ യാത്രയിൽ പുരുഷാരത്തെ എല്ലാം വിട്ടിട്ട് പടകിൽ കയറി ഗനസരത്ത് തടാകത്തിൽ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഹാഫ് വേ ത്രൂ അപ്പോൾ വലിയ ചുഴലിക്കൊടു, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വായിക്കുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ആ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അമരത്തുറങ്ങുന്നവനെ തട്ടി ഉണർത്തിയിട്ട്
പ്രൈസ് ലോർഡ്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ജേർണി ആരംഭിച്ചു. ഈ യാത്രയിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. തിര തള്ളിക്കയറി ആ പടക് മുങ്ങുമാറായി നിൽക്കുന്നു. അപ്പോൾ കൂടെയുള്ളവർ ചോദിക്കുന്നു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് യാതൊരു വിചാരമല്ലോ? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ ഗുരുവിനെ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് ഈ ഗുരുവിനോടൊന്ന് വിളിച്ചു പറയുവാൻ ആഗ്രഹമുണ്ട്? ഗുരു, ഞാൻ നശിച്ചു പോകുന്നതിൽ, എൻ്റെ കുടുംബം നശിച്ചു പോകുന്നതിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതിൽ, എൻ്റെ ദേശം നശിച്ചു പോകുന്നതിൽ. സ്തോത്രം. എനിക്കറിയില്ല എത്ര പേർ ഈ ദിനങ്ങളിൽ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ നിലവിളിയുടെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തുന്നു എന്ന്. When everything goes well, എല്ലാം നന്നായി പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ശിഷ്യന്മാർ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ശിഷ്യന്മാരുടെ ചിന്താഗതി മുഴുവൻ we going to go rest and relax. Praise the Lord, hallelujah. എന്നാൽ എന്തിനാ അപ്പൻ ഇവിടെ തിരിച്ചെന്നറിയാമോ? ആ തടാകത്തിന് അക്കരയെത്തി പടകിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു. നല്ല വെൽക്കം. റെസ്റ്റ് ആൻഡ് റിലാക്സിന് വേണ്ടി അക്കരയ്ക്ക് ചെന്ന ശിഷ്യന്മാർ ഇത് കണ്ട് അമ്പരന്ന് കാണും. അവരെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഇവിടെ പറയുന്നില്ല. പക്ഷേ അപ്പനൊന്ന് ആരംഭിച്ചത് എന്തിനാണെന്നറിയാമോ? ഇതാ കല്ലറയിൽ കഴിഞ്ഞ അനേകം നാളുകളായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 6000-ൽ പരം ഭൂതങ്ങൾ കയറി, ഹല്ലേലൂയ, ജീവിതത്തെ തകർത്തെറിഞ്ഞ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും പ്രൈസ് ദി ലോർഡ് അമർത്തി ഒരച്ച്, പ്രൈസ് ദി ലോർഡ്, അവനെ തന്നെ ചതച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഓർത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതാ ഗന്നസരേത്ത് തടാകത്തിൻ്റെ അക്കരയിൽ നിന്ന് എൻ്റെ അപ്പൻ ഇവിടേക്ക് വരികയാ. ആ ഭാഗങ്ങൾ നാം വായിച്ചു നോക്കിയാൽ അറിയാം, ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാ എൻ്റെ അപ്പൻ ഈ തടാകം കടന്ന് ഇക്കര വന്നത് എന്ന് നാം മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം നിന്റെ ഒരൊറ്റ വ്യക്തി ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടി എൻ്റെ കർത്താവ് തയ്യാറെടുത്ത് വരുന്നുണ്ട്. ഒരു പക്ഷെങ്കില് നീ ഇന്ന് നിന്റെ ശരീരത്തെ ഞെരിച്ചമർത്തുന്ന വ്യക്തിയായിരിക്കാം, തകർത്തെറിയുന്ന വ്യക്തിയായിരിക്കാം. ദൈവമക്കളെ, നമ്മൾ പറയും എനിക്ക് ഭൂതമൊന്നുമില്ല, ഞാൻ ചങ്ങലകളിലുമല്ല. പക്ഷെ ഇന്ന് പകലിൽ അനേക ചങ്ങലകളാൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുകയാ. ഞാൻ അപ്പനോട് പല പ്രാവശ്യം ചോദിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രഭാതമൊക്കെ എൻ്റെ അപ്പനോട് ചോദിച്ചപ്പാ, എന്താ ഇത്? പ്രൈസ് ദി ലോർഡ്, ഈ ആരാധനയിൽ പറയേണ്ടത്? പരിശുദ്ധാത്മാവ് ശക്തമായി ഓർപ്പിച്ചു, കുഞ്ഞെ, പുറമെ ആരും ബന്ധിക്കപ്പെട്ട് നീ കാണുന്നില്ല, എന്നാൽ അകത്ത്, പ്രൈസ് ദി ലോർഡ്, അകത്ത് ബന്ധിതരായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില ദുർഭൂതങ്ങൾ അകത്ത് കയറി, പ്രൈസ് ദി, നിന്നെ ഞെരുക്കി അമർത്തുന്ന, പ്രൈസ് ദി, നിന്നെ വരിഞ്ഞു മുറുക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി മാത്രമാ എൻ്റെ അപ്പൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇക്കരയെത്തിയത്. സ്തോത്രം. ഈ യാത്രയിൽ തിരമാലകളുണ്ടോ, ഓളങ്ങളുണ്ടോ, പടക് തകർന്നു പോകുന്ന അവസ്ഥ വരെ നാം കണ്ടു കാണാം. പക്ഷെ പ്രവൃത്തി ആരംഭിച്ചവൻ, നിന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ, അത് പൂർത്തീകരിക്കാതെ ഒരു മടങ്ങി വരവില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ ആത്മീയ ശുശ്രൂഷകളുടെ മേൽ, എൻ്റെ ഭൗമിക നന്മകളുടെ മേൽ, എൻ്റെ ശാരീരിക വിടുതലുകളുടെ മേൽ എൻ്റെ കർത്താവ് ആരംഭിച്ച പ്രവൃത്തി എന്നിൽ നിർവഹിക്കാതെ, എൻ്റെ കുടുംബത്തിൽ നിർവഹിക്കാതെ എൻ്റെ അപ്പൻ മടങ്ങത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? കുഞ്ഞ്, ഒരുപക്ഷെങ്കിൽ നിന്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അകത്തെ മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിട്ട് മുൻപോട്ട് നിന്റെ ആത്മീയ ജീവിതത്തെ ഒരു സ്റ്റെപ്പ് പോലും എടുക്കുവാൻ കഴിവില്ലാതെ, ശത്രു ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയെങ്കിൽ ആരാധിക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും നിന്നെ അനുവദിക്കാതെ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന, സ്തോത്രം. നമുക്ക് എല്ലാത്തിനും സമയമുണ്ടല്ലേ? സ്തോത്രം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുക. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയുന്നു, സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവസന്നിധി വിട്ട് ദൈവസന്നിധിയിൽ നിന്നാകുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട. അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിൽ ഇന്ന് പകൽ ഞാൻ ശക്തമായൊരു ദൂത് വിളിച്ച് പറയുന്നു, നിങ്ങൾ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും,
നിങ്ങളുടെ ബാങ്കിൻ്റെ ബാലൻസ് എത്ര വർദ്ധിച്ചാലും, നിങ്ങളുടെ ഭവനത്തിൽ കാറുകളുടെ എണ്ണം വർദ്ധിച്ചാലും, ഭവനങ്ങളുടെ എണ്ണം വർദ്ധിച്ചാലും, അപ്പനില്ലാത്തൊരു ജീവിതം, അപ്പനിൽ നിന്നാകുന്നൊരു ജീവിതം നിനക്ക് വേണ്ട. കാരണം നിന്നിൽ ഒരു പ്രവൃത്തി എൻ്റെ അപ്പൻ ആരംഭിച്ചു. ഇന്ന് നീ കടന്നു പോകുന്ന ഈ തിരമാലകളുണ്ടല്ലോ, ഇന്ന് നീ കടന്നു പോകുന്ന ഈ കൊടുങ്കാറ്റുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, നീ നിന്നെ തന്നെ ആരോടും പറയാതെ നീ നിന്നെ തന്നെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദിനത്തിലൂടെ നീ കടന്നു പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ വരുവാൻ തയ്യാറാ. സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി മാത്രം വരുവാൻ തയ്യാറാ. കല്ലറയിൽ വന്നു, അവനെ എതിരേറ്റു. സ്തോത്രം. പാർപ്പ് കല്ലറകളിൽ ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാതെ, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ ഉരുമ്മി ഉടച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ്. ആ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ നമ്മളെ തന്നെ നോക്കിയിട്ട് പറയും, എനിക്ക് ഈ കുഴപ്പങ്ങളൊന്നുമില്ല. കുഞ്ഞെ, നിനക്ക് ആരാധിക്കാൻ കഴിയുന്നോ? നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നോ? നിനക്ക് ഉപവസിക്കാൻ കഴിയുന്നോ? നിനക്ക് ദൈവവചനം വായിക്കാൻ കഴിയുന്നോ? ഇല്ലെങ്കിൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇല്ലെങ്കിൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഈ ചങ്ങല നിന്നെ കൊണ്ട് ഊരി മാറ്റുവാൻ കഴിയത്തില്ല. പക്ഷെ നിന്നെ ഇതിൽ നിന്ന് സ്വതന്ത്രനാക്കുവാൻ എൻ്റെ അപ്പന് നിന്നോട് പ്രീതിയുണ്ട്. മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ചിട്ട് നിന്നെ ഒരൊറ്റയാളിനെ നോക്കി ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ദൂത് ഈ ആരാധനാലയത്തിൽ പറയുക, നീ ബന്ധിക്കപ്പെട്ടിരിക്കുക. നിനക്കൊരു മോചനം വേണം. നിന്റെ ഭവനത്തിൽ വിടുതൽ ഇതോടുകൂടി ആരംഭിക്കും. സ്തോത്രം. നിന്റെ ആത്മീക നന്മകളുടെ ഉറവിടം ആരംഭിക്കും ദിനമാ. നിന്റെ ഭൗമിക നന്മകളുടെ ഉറവിടം ആരംഭിക്കുന്നതാ. നിന്റെ തലമുറകളുടെ ഭാവിയിന്മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാ. താഴോട്ട് വന്നാൽ നമുക്കറിയാം, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവനെ ഉറക്കം നിലവിളിച്ചു, യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമ്മൾ ഇതുപോലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? ലക്ഷണമാ, ഭൂതമായി പറയുന്നേ. പക്ഷെ പറയുന്നത് എന്തുവാ? യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം. പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം, പ്രവാചകന്മാർ പോലും തോറ്റുപോകും. പക്ഷെ ഇന്ന് പകൽ ഓർത്തോ, നീ ബന്ധിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഒത്തിരി എൻ്റെ അപ്പനോട് ഈ പ്രഭാതത്തിൽ ചോദിച്ചു. ദൈവാത്മാവ് ശക്തമായി പറഞ്ഞു, കുഞ്ഞേ, പുറമേ ഉള്ളത്. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൈവം നോക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എപ്പോഴും ജനിച്ചോണ്ടല്ലേ ഞങ്ങൾ ഇരിക്കുന്നേ? സ്തോത്രം. നെരിപ്പോട് കണക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാത്തി ഉയർന്ന എത്രയോ തീനാളങ്ങളിൽ എൻ്റെ അപ്പൻ ഞങ്ങളെ തൻ്റെ ഉള്ളംകരങ്ങൾ വഹിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാമോ? ആരും സഹായത്തിനില്ലാതെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താകും അടുത്ത സ്ഥിതി? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. രാത്രിയിൽ ഉറങ്ങുവാൻ പോയിട്ട്, അപ്പ ഈ രാത്രി അവസാനിക്കരുത് എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സഹോദരനാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ വാഹന യാത്രയിൽ പോലും നീ ദൈവത്തോട് നിലവിളിച്ച ചില നിലവിളികളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുള്ള മറുപടി ഇന്ന് പകലിലുണ്ട്. നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്റെ ചങ്ങലകളെ അറുത്തു മാറ്റുവാൻ, നിന്നെ സ്വതന്ത്രനാക്കുവാൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിന്റെ സന്നിധിയിൽ വന്നിട്ടുണ്ട്. അവൻ ആരംഭിച്ചതിനെ എൻ്റെ കർത്താവ് പൂർത്തീകരിക്കും. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ 1 2 6000. അവസാനം അത് 2000 പന്നികളിലോട്ട് ചേർന്നു. 1:3. പ്രൈസ് ദി ലോർഡ്. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ദേശത്ത് പന്നികളൊന്നും ഇല്ലാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ അതുങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും ഓടിയനെ. ചില സമയങ്ങളിൽ ഇറങ്ങി വരുന്നത്. സ്തോത്രം. നമ്മളെത്തോട് ചോദിച്ചാൽ മതി, നിൻ്റെ ഉള്ളിൽ പക, പിണക്കം, അസൂയ ഇത് ഉണ്ടോ? ഒരല്പമെങ്കിലും. നീ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇത് ആത്മാവിൻ്റെ ഫലമല്ലെങ്കിൽ നിൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവാ. നീ ബന്ധിക്കപ്പെട്ടിരിക്കുക. ദൈവാത്മാവിനോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ടോ? ചില മാസങ്ങൾക്ക് മുൻപ്
ഒരു പ്രയർ ലൈനിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ അഭിഷക്തൻ ശക്തമായ ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കയ്പിൻ്റെ അവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിൻ്റെ വിടുതൽ വേണം. കയ്പിൻ്റെ അവസ്ഥ. സ്തോത്രം. മനുഷ്യരല്ലേ, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി എടുത്തു, 2 ഭവനങ്ങളിൽ പോയി. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒത്തിരി കരുതുന്ന 2 പ്രിയപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ രീതികളും സ്വഭാവങ്ങളും കണ്ടപ്പോൾ ഉള്ളിൽ ഒരല്പം കയ്പ. എന്താ ഇങ്ങനെ? അവിടെ ചെന്ന് പ്രൈസ് ദൈവദൂതന് മുൻപിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നാം പിന്തിരിയരുത്. ഭവനങ്ങളിൽ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു, അവരോട് ക്ഷമ ചോദിച്ച് സന്തോഷത്തോടെ മടങ്ങി വന്നു. ദൈവമക്കളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ ദൂത് പറയാം. അനേക നാളുകളായി അടഞ്ഞു കിടന്ന ചില വാതിലുകൾ, അനേക നാളുകളായി പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ തടസ്സപ്പെട്ടിരുന്ന ചില വാതിലുകൾ ആ ദിനം മുതൽ എൻ്റെ കർത്താവ് തുറക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ദുരാത്മാവിൻ്റെ ചില പ്രക്രിയകൾ നിമിത്തമായി നിനക്ക് ലഭിക്കേണ്ട ചില നന്മകൾ, അത് ആത്മീകമാകട്ടെ, ഭൗമികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആ നന്മകൾ ഹല്ലേലൂയ നീ ബന്ധിച്ചിട്ടിരിക്കുകയാ. ഇന്നതിൽ നിന്നൊരു റിലീസ്, ഇന്നതിൽ നിന്ന് വിടുതൽ എൻ്റെ കർത്താവ് നൽകുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ കടന്നു വന്നിട്ടുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിനുശേഷം അവൻ ഓടി വന്ന് അപ്പനോട് പറയുക, ഞാനും കൂടെ വരട്ടെ. സ്തോത്രം. ആദ്യം ഒരു വെൽക്കം സ്പീച്ച് നടത്തിയായിരുന്നു. സ്തോത്രം. പക്ഷെ ഇപ്പോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിനെ യാത്ര അയക്കുവാൻ വന്നു നിൽക്കുന്ന ഈ വ്യക്തി പ്രൈസ് ദി ലോർഡ് അവൻ സ്വതന്ത്രനാ. ഇന്ന് പകലിൽ ദൈവപൈതലെ ഈ പകലിൽ ദൈവസന്നിധിയിൽ നീ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഇവിടെ ഉലാവുന്ന നമ്മുടെ കർത്താവ് നിന്നെ സ്വതന്ത്രനാക്കി വിടുവാൻ, നിന്റെ അകത്തെ മനുഷ്യനെ സ്വതന്ത്രനാക്കി വിടുവാൻ, ഹല്ലേലൂയ ദുരാത്മാവിൻ്റെ ശക്തികളെ സ്വാതന്ത്ര്യത്തിൽ ഹല്ലേലൂയ വിട്ടിട്ട് നിന്നെ സ്വതന്ത്രനാക്കി എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ അവൻ വിശ്വസ്തന. താഴോട്ടുള്ള ഭാഗങ്ങൾ അടുത്ത പ്രൈസ് ലോർഡ് സ്തോത്രം 21 വാക്യം മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ പ്രൈസ് ലോർഡ് സ്തോത്രം ഈ വിടുതൽ കഴിഞ്ഞിട്ട് യേശു പടകിൽ കയറി വീണ്ടും ഇക്കരയ്ക്ക് പോയി. അപ്പോൾ ഈ ഇവിടെ വന്നത് ആർക്ക് വേണ്ടിയാ? ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാ. സ്തോത്രം. ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാ. ഇന്നത്തെ ഈ ആരാധന ഒരൊറ്റ വ്യക്തിയുടെ വിടുതലായിരിക്കും. അതാരാണെന്ന് നാം ഏറ്റെടുക്കണം. ഒരുപക്ഷെ അനേകരുടെ വിടുതലായിരിക്കാം. പക്ഷെ കർത്താവ് ഇന്ന് ഈ വചനം ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വ്യക്തിയുടെയെങ്കിലും വിടുതലിന് കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. പുറമേ നോക്കിയ ഒരു കുഴപ്പമില്ല. പക്ഷെ നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിടുതൽ നിനക്ക് ആവശ്യമാണ്. അപ്പൻ ആരംഭിച്ചതിനെ അവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. എൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്തിട്ടേ എൻ്റെ അപ്പച്ചൻ മടങ്ങിപ്പോകത്തുള്ളൂ. ഇനിയും മടങ്ങിപ്പോകുന്നത് മറ്റൊരു കാര്യത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. അക്കരെ ചെന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇതാ യായിറോസ് എന്ന് പേരുള്ള മനുഷ്യൻ. ഞാൻ ആ ഭാഗം നമുക്ക് നന്നായിട്ട് സുപരിത, അതുകൊണ്ട് വേദഭാഗങ്ങൾ വായിക്കുന്നില്ല. ഓടി വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, നീ വന്ന് അവളെ വിടുവിക്കണം. അവനോട് കൂടെ പുറപ്പെടുന്ന കർത്താവ്. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. പുറപ്പെടുക. സ്തോത്രം. കുറച്ചങ്ങോട്ട് പോയപ്പോൾ അതിനിടയ്ക്ക് ഒരു തടസ്സം. കഴിഞ്ഞ 12 വർഷക്കാലമായി രക്തസ്രാവം ബാധിച്ചുള്ള ആ സ്ത്രീ നമുക്ക് നന്നായിട്ടറിയാം. ഓടി വന്നു. ഈ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞോ? ശാന്തമായും ചിന്തിച്ചേ. ഈ യായിറോസ് എന്തെങ്കിലും പറഞ്ഞോ? നമ്മളായിരുന്നെങ്കിലോ കർത്താവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ വലിച്ചുകൊണ്ടങ്ങ് പോയേനെ. കാരണം എൻ്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ ബുക്ക് ചെയ്ത് വന്ന പ്രവാചകനാ. എൻ്റെ വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് മതി ഇത്. സ്തോത്രം. നമ്മുടെ സ്വഭാവം ഇത്. നമ്മുടെ സ്വഭാവമാണ്. ഞങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞിട്ട് മതി, അവിടെ കൊണ്ടുവിടാം. വൈകിട്ട് ഇന്നത്തെ ദൂത് ഞങ്ങൾ കേട്ടിട്ട് അവിടെ കൊണ്ടുവിടത്തുള്ളൂ. സ്തോത്രം. ഒന്നും പറഞ്ഞില്ല. അവിടെ ഒരു വിടുതൽ കഴിഞ്ഞു. സ്തോത്രം. മുൻപോട്ട് പോയി. ആരും കേൾക്കേണ്ടാത്തൊരു ശബ്ദം ആ കാതുകൾ മുഴങ്ങി, നിന്റെ മകൾ മരിച്ചു.
സ്തോത്രം. അപ്പൻ നമ്മുടെ കൂടെ പുറപ്പെട്ടു നമ്മുടെ വിടുതലിന്. പക്ഷേ ഹാഫ് വേ ത്രൂയിൽ കേൾക്കണ്ടാത്ത ദൂത് കാതുകൾ കേട്ടു, നിന്റെ മകൾ മരിച്ചു. കർത്താവോട് നിർത്തിയോ? തിരിഞ്ഞു പോയോ? ഇല്ല, ഒരക്ഷരം വേണ്ടിയില്ല. വീട്ടിൽ ചെന്നു. യായിറോസിനോട് ഒരു കാര്യം പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, നീ വിശ്വസിക്ക, അവൾ ഉറങ്ങുകയാ. അനേകർ നിന്റെ കാതുകളിൽ വിളിച്ചു പറയുന്നൊരു ശബ്ദമുണ്ട്, സ്തോത്രം, തീർന്നു, ദിസ് ഈസ് ദി എൻഡ്. ഭാവി. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം, എൻ്റെ പ്രിയ പൈതൽ ഇവിടെ ഇരിപ്പുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവൾ ഇരിപ്പുണ്ടോ? ഞങ്ങളുടെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണുനീരല്ല, രക്തമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ ഞങ്ങൾ കരഞ്ഞത്. പ്രവചന ദൂതാ കേട്ടോ, ഇത് പുറത്തുള്ളവർ പറയുന്നതല്ല. സ്തോത്രം, തീർന്നു, അവസാനിച്ചു എന്ന് പറയുന്ന ശബ്ദത്തിന് മുൻപിൽ നീ വിശ്വസിക്കുമോ? നിന്നോടുകൂടെ യാത്ര പുറപ്പെട്ടവൻ കർത്താവ. അവൻ നിന്റെ കൂടെ യാത്ര പുറപ്പെട്ടത് ഒറ്റ വാക്ക് കേട്ടിട്ടാ, എൻ്റെ കുഞ്ഞ് ദീനമായി കിടക്കുന്നു, നീ വന്ന് അവളെ വിടുവിക്കണം. അതിനുള്ള മറുപടിയായിട്ടാ എൻ്റെ കർത്താവ് നിന്റെ കൂടെ തിരിച്ചതെങ്കിൽ നിന്റെ കുഞ്ഞിനെ തകർത്ത് കളയുവാൻ ശത്രു എത്ര ശ്രമിച്ചാലും എത്ര പദ്ധതിയിട്ടാലും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാലക്കായി, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കുഞ്ഞിന് പെട്ടെന്നൊരു അസ്വസ്ഥത പോലുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വിവരമറിഞ്ഞു. സഭ ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിലവിളിക്കുവാൻ തുടങ്ങി. കണ്ണുനീരോടെ കരയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പോറൽ പോലും ഏൽക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിൽ ഒരു സർജിക്കൽ ബ്ലേഡ് തൊടാതെ, പ്രൈസ് ദി ലോർഡ്, യാതൊരു മെഡിസിനുകൾ കൊടുക്കാതെ എൻ്റെ അപ്പൻ കൊണ്ടുവന്നുവെങ്കിൽ നീ ദൈവത്തിൽ നിലവിളിക്കുന്ന നിന്റെ നിലവിളിക്ക് മുൻപിൽ എൻ്റെ കർത്താവ് നിന്നോടുകൂടെ യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിൽ ഈ കുഞ്ഞ് മരിക്കത്തില്ല. ഈ കുഞ്ഞിനെ ജീവനോട് പുറത്തു കൊണ്ടുവരും. പക്ഷെ ഈ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ചിലതിനെ പുറത്ത് വിടണം. ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം, നന്നായിട്ട് അറിയാം, ഇതൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിൽ വരുന്ന കർത്താവ് പറഞ്ഞു, എല്ലാത്തിനും പുറത്ത് കൊണ്ടുപോയി. ഈ മരിച്ചെന്ന് പറഞ്ഞ അവിടെ കോലാഹലം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെ എല്ലാം ഒന്ന് പുറത്ത് കൊണ്ടുവരിക. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നീ കളയേണ്ടത് പലതും കളയണം. നീ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. അതിനി നിന്റെ ഫോണിനകത്തുള്ള നമ്പരായാലും വ്യക്തികളായാലും നിന്റെ ജോലിയായാലും എന്തുവായാലും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുക. നിന്റെ ഭവനത്തിൽ നിന്ന് മരണവാർത്തകളായിരിക്കും ഉയരുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ആത്മീക മരണത്തിൻ്റെ വാർത്തകൾ. കുഞ്ഞ്, നിനക്കിനിയും ദണ്ഡിപ്പിക്കാൻ സമയമില്ല. നിനക്കിനിയും ദണ്ഡിപ്പിക്കുവാൻ സമയമില്ല. നിനക്കിനിയും മുറിക്കുവാൻ സമയമില്ല. നിനക്കിനിയും തകർക്കുവാൻ സമയമില്ല. നിന്റെ മേലുള്ള ദൈവപ്രവൃത്തി നടക്കേണ്ട സമയമായി. അതിനാ കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. മതി കർത്താവേ എന്ന് പറഞ്ഞ് വാഹനമെടുത്ത് ഹൈ സ്പീഡിൽ ലേറ്റ് നൈറ്റിൽ ഓടിപ്പോയ എൻ്റെ വണ്ടി, ബ്രാൻഡ് ന്യൂ വണ്ടിയെ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഹബ്ബൂരി ഫ്രണ്ടിൽ നിർത്തിയിട്ട്, പ്രൈസ്, ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ നിർത്തിയിട്ട് പറഞ്ഞു, ദാറ്റ്സ് ഇനഫ്, യു മസ്റ്റ് ടേക്ക് എ യു ടേൺ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരൻ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ അപ്പൻ പറഞ്ഞ നിമിഷം ആ വാഹനത്തെ തിരിച്ചു വിട്ടു. ദൈവമക്കളെ, ദാറ്റ് വാസ് എ ന്യൂ ബിഗിനിങ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരോട് ഒരു ദൂത് പറയുക, എൻ്റെ അപ്പനൊന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നിലൊരു നല്ല പ്രവൃത്തി എൻ്റെ അപ്പൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലൊരു നല്ല പ്രവൃത്തി എൻ്റെ കർത്താവ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറകളിൽ എൻ്റെ കർത്താവ് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേശത്ത് എൻ്റെ കർത്താവ് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സഭയിൽ എൻ്റെ കർത്താവ് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ അത് പൂർത്തീകരിച്ച് മടങ്ങത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
ദൈവാത്മാവ് ഓർപ്പിച്ച ദൂത കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, നമ്മൾ ഒരിക്കലും കാണാത്ത വ്യക്തികൾ, നമ്മൾ ഒരിക്കലും കയറാത്ത ഭവനങ്ങളിൽ പ്രൈസലോ നാം കാണുകയും കയറി നിന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് ദൈവം നമുക്ക് വേണ്ടി ചില ഭവനങ്ങളെ ഒരുക്കി തന്നെങ്കിൽ നീ അവൻ്റെ ഹല്ലേലൂയ തൻ്റെ അഭിഷക്തന്റെ കാല് ആ ഭവനങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൂത സത്യമായി വെളിപ്പെടും, അത് നിവർത്തീകരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, നിന്റെ വിടുതലിന്റെ പകൽ ഇന്നാണ്. ഇനിയും നീ ഇതിനെ ഉപേക്ഷയായി വിചാരിച്ചാൽ, എന്റെ കർത്താവ് മടങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. കാരണം അവനെ തേടി അക്കരയ്ക്ക് ഒരു പിതാവ് നിലവിളിക്കുന്നുണ്ട്. അവിടെ പോയി തൻ്റെ പ്രവൃത്തി ചെയ്തേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചോദിക്കുന്ന നിന്റെ പേരെന്താ? പ്രൈസ്. ഇവിടെ അല്ല, തൊട്ട് മുൻപത്തെ ഇൻസിഡന്റിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ പേരെന്താ? മറുപടി ലെഗിയോൻ. നീ ആരാന്ന് സമ്മതിക്കാമോ? സ്തോത്രം. പ്രൈസ്. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മളെപ്പോലും അറിയത്തില്ലെന്നുള്ളത് അറിയാമോ? നമ്മൾ ആരാന്ന് നമുക്ക് പോലും അറിയത്തില്ല. നമ്മൾ ആരാന്ന് നമുക്ക് പോലും അറിയത്തില്ല. ചില സമയങ്ങളിൽ സ്വഭാവങ്ങൾ പുറത്ത് വരുമ്പോഴാണ് അറിയുന്നത്, എടാ ഈ പുള്ളിക്ക് ഈ സ്വഭാവം ഉണ്ടോന്ന്. പൂച്ച പോലെ ഇരിക്കും, പക്ഷെ പെട്ടെന്ന് പൂച്ചയുടെ നിറം അങ്ങ് മാറും. പിന്നെ പുലി പോലെ പുറത്തോട്ട് വരുന്നത്. അന്നേരം ആ പുലി ആയതെന്ന് അറിയുന്നേ. നമ്മളും വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാം എത്ര പുലികളാണ് ചാടി വരുന്നറിയാമോ? സ്തോത്രം. ഇന്ന് പകലിൽ ഈ പുറമേ നിനക്കൊരു ബന്ധനവുമില്ല. എനിക്കറിയത്തില്ല ദൈവവേദലേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും ദൂതല്ലാതെ ഒരൊറ്റ വാക്കും ഈ വചനവുമായി നിന്ന് ഞാൻ വിളിച്ചു പറയുന്നില്ല. ഇന്ന് പകലൊരു വിടുതലുണ്ടോ? ഇന്ന് പകലൊരു വിടുതലുണ്ടോ? നിന്റെ ഭവനത്തിൽ നീ ഇന്ന് പകൽ കടന്നു എന്നിട്ട് മുട്ടിന്മേൽ ഇരുന്ന് കരയുവാൻ തയ്യാറായാൽ, ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ദൈവത്തിൽ നിലവിളിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് നിന്നെ ബന്ധനം അഴിയുന്ന പകലായിരിക്കും. നിന്നെ സ്വതന്ത്രനായി വിടുന്ന പകലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെങ്കിൽ നിന്നെ ബന്ധിച്ചിടുവാൻ കാരണം നീ തന്നെ ആയിരിക്കാം, ഇല്ലെങ്കിൽ പിശാചിന് നീ ഇടം കൊടുത്തത് കൊണ്ട് പിശാച് ബന്ധിച്ചതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, വിടുതൽ നൽകുവാൻ എൻ്റെ അപ്പന് കഴിയും. 6000 60,000 ലെഗിയോൻ നിന്റെ അകത്ത് കയറിയാലും നിന്റെ ഭവനത്തിൽ കുടികൊണ്ടാലും എൻ്റെ അപ്പന് ഒരൊറ്റ വാക്കുമതി, പുറത്തു പോകുക, ബാലെ എഴുന്നേൽക്കുക. കാരണം അപ്പൻ ആരംഭിച്ച പ്രവൃത്തി, സ്തോത്രം, ആ കല്ലറയിൽ പ്രൈസ് വിടുതൽ കൊടുത്തിട്ട് പടക് കയറി ഇപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പനറിയാം, ഇതാ ഒരു ബാലയെ എനിക്ക് ഉയർപ്പിക്കുവാനുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ 12 വർഷക്കാലം പ്രൈസ് ദി ലോർഡ് അനേകം മുറിവൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ച ഒരുവൾ നിലവിളിച്ചുകൊണ്ട്, ദേശത്ത് ദുഷിക്കപ്പെട്ടവൾ, നിന്ദിക്കപ്പെട്ടവൾ, പരിഹസിക്കപ്പെട്ടവൾ എന്നെ തേടി വരുന്നുണ്ട്, എനിക്കവളെ വിടുവിച്ചേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽ അപ്പൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ്റെ പ്രവൃത്തി അവൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിച്ചേ, എന്നിൽ ആ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടോ? എത്ര പേർക്കറിയാം നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി എന്താണെന്ന്? എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്തോത്രം. നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി കർത്താവിൻ്റെ വരവോളും അവനത് പൂർത്തീകരിക്കും ദൈവമാ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് ഈ ക്രിസ്തീയ ജയജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരാഴ്ചയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ജീവിപ്പാൻ ആവശ്യമായ ശക്തി, ബലം അപ്പനോട് ചോദിച്ചു വാങ്ങി ആ അപ്പൻ്റെ കാൽപാദ പീഠങ്ങളിലൊന്ന് വീണ് കിടക്കുവാൻ ഇന്ന് പകൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വിടുതൽ ഉറപ്പാ. വരുന്ന ആഴ്ചകളിൽ ആ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നാം കേൾക്കും. ആ ജീവൻ്റെ സാക്ഷ്യങ്ങൾ നാം കേൾക്കും. ആ ഉയർപ്പിൻ്റെ സാക്ഷ്യങ്ങൾ നാം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആരവാരമില്ലാത്തൊരു ഭവനം ദൈവം നിനക്ക് വേണ്ടി തരാൻ പോകുകയാ. പ്രൈസ്. നിന്റെ ഭവനത്തിനകത്ത് ഈ ദുർമന്ത്രവാദികളും ഈ ആരവാരവും ഹല്ലേലൂയ കയറത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് കയറുന്നത് എൻ്റെ യേശു കർത്താവായിരിക്കും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് കയറുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരിക്കും. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ